ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DJ കരുവയുടെ സംവിധാനത്തിൽ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്ന ചിത്രമാണ് മേരി. തിമോത്തി മിഖായലാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ ചിത്രം വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അത് ചിത്രത്തിൻ്റെ കഥയും മറ്റ് കാര്യങ്ങളൊക്കെ സംബന്ധിച്ചാണ് വിവാദങ്ങളിലേക്ക് ചിത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആദ്യം ചിത്രം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഈശോയുടെ അതായത് ജീസസിന്റെ ജനനം വരെയുള്ള സംഭവങ്ങളാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. അതായത് മേരിയുടെ അതായത് മാതാവിന്റെ ജീവിതത്തിലൂടെയാണ് ചിത്രം നീങ്ങുന്നത്. മാതാവ് ജനിക്കുന്നതും അതിനുശേഷം വളർന്ന് ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത്. ബൈബിളിനോട് ചിത്രം എത്രമാത്രം നീതി പുലർത്തിയാണ് പോയിരിക്കുന്നത് എന്ന് നോക്കേണ്ട കാര്യമുണ്ടെങ്കിലും അതിനു മുമ്പ് നമുക്കിപ്പോൾ ചെയ്തു വച്ചിരിക്കുന്ന ചിത്രം എങ്ങനെയുണ്ട്, ആസ്വാദനത്തിൽ എങ്ങനെയെല്ലാം ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മികച്ച സൃഷ്ടി തന്നെയാണോ, ഇങ്ങനത്തെ ഒരു കഥയിൽ വന്നതിൽ വെച്ച് മികച്ച സൃഷ്ടി തന്നെയാണോ എന്ന് ഒന്ന് നോക്കാം. അങ്ങനെ വർഷങ്ങളോളം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന ദമ്പതികളായിരുന്നു മാതാവിൻ്റെ അച്ഛനും അമ്മയും. അങ്ങനെ ഒത്തിരിയേറെ സഹനങ്ങളൊക്കെ സഹിച്ച് ഒരു നാൾ ഗബ്രിയേൽ ദൂതൻ നമ്മുടെ മേരിയുടെ അച്ഛന് പ്രത്യക്ഷപ്പെടുകയാണ്. നിങ്ങൾക്കൊരു മകൾ ഉണ്ടാകുമെന്ന് ഗബ്രിയേൽ ദൂതൻ മാതാവിൻ്റെ അച്ഛനോട് പറയുകയാണ്. അങ്ങനെ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 9-ാം മാസം നമ്മുടെ മാതാവിൻ്റെ അമ്മ മാതാവിനെ നസ്രത്തിൽ വെച്ച് ജന്മം നൽകുകയാണ്. അന്ന് തന്നെ മാതാവിനെ ദൈവസേവനത്തിനായി സമർപ്പിച്ചിരുന്നു. അങ്ങനെ 9-ാമത്തെ വയസ്സിൽ മാതാവിനെ ദേവാലയത്തിൽ കൊണ്ട് ചെന്നാക്കുകയാണ്. പിന്നീടുള്ള മാതാവിൻ്റെ വളർച്ചയും എങ്ങനെ ജോസഫിനെ കണ്ടുമുട്ടുന്നു, പിന്നീട് അവരുടെ ജീവിതം എങ്ങനെയാകുന്നു, പിന്നെ ഈശോ ജനിക്കുന്നവരെയുള്ള അതായത് ജീസസ് ജനിക്കുന്നവരെയുള്ള കാര്യങ്ങളാണ് ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത്. ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് അഭിനേതാക്കളുടെ മികച്ച പ്രകടനം തന്നെയാണ്. നല്ല രീതിക്ക് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മാതാവിൻ്റെ ആണെങ്കിലും ജോസഫിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ മാതാവിൻ്റെ അച്ഛനും അമ്മയായിട്ട് വരുന്നവരാണെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് ഹെറോദോസിൻ്റെ കഥാപാത്രത്തെ ചെയ്ത ആന്റണി ഹോപ്കിൻസിൻ്റെ പ്രകടനം. ഒരു വശത്ത് മാതാവിൻ്റെ ജീവിതവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മറുവശത്ത് ഹെറോദോസിൻ്റെ കീഴിലുള്ള ഭരണവും ബാക്കി കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് തന്നെ കാണിച്ചു പോകുന്നുണ്ട്. ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതത്തിലേക്ക് വന്നാലും ചിത്രത്തിന് അനുയോജ്യമായ നല്ല കാമായിട്ടുള്ള ഒരു മനോഹര പശ്ചാത്തല സംഗീതമാണ് ചിത്രത്തിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇനി ജീസസിൻ്റെ പിറവിയുടെ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ ഒരു കുളിർമ നൽകുന്ന ആ ഒരു നല്ലൊരു വൈബ് തന്നെയാണ് ആ ഒരു സമയത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫിയും ആ ഒരു കാലഘട്ടത്തെ വളരെ മനോഹരമായിട്ട് തന്നെ പകർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ട് വർക്കും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ചിത്രത്തിൻ്റെ കോസ്റ്റ്യൂമിലേക്ക് വന്നാൽ അവിടെ ചെറിയ രീതിയിലുള്ള ഒരു കല്ലുകടി നമുക്ക് അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് മാതാവിൻ്റെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല ആ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. ഇനി പ്രത്യക്ഷപ്പെടുന്ന ഗബ്രിയേൽ ദൂതൻ്റെ വേഷമാണെങ്കിലും അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഡ്യൂണിലൊക്കെ കാണുന്ന പോലെയുള്ള കഥാപാത്രങ്ങളുടെ വേഷങ്ങളൊക്കെ ആയിട്ടാണ് താരതമ്യപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. കോസ്റ്റ്യൂമിലേക്ക് വരുമ്പോൾ അത്ര ഒരു നെഗറ്റീവ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടു. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണോ എന്നതറിയില്ല, പക്ഷെ പൊതുവേ നോക്കുമ്പോൾ ചെറിയൊരു കല്ലുകടിയായിട്ട് അത് അനുഭവപ്പെട്ടു. ചിത്രത്തെ മൊത്തത്തിലെന്നെടുത്ത് നോക്കുമ്പോൾ പൊതുവേ നമ്മൾ കാണുന്ന തരത്തിലല്ല ചിത്രത്തിൻ്റെ മേക്കിംഗ് വന്നിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു ത്രില്ലർ രൂപത്തിലാണ് ചിത്രത്തിൻ്റെ പോക്ക്. അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഒരു കൊമേഴ്ഷ്യൽ മെറ്റീരിയൽ ആയിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ചിത്രം പുറത്തിറക്കിയിരിക്കുന്നത്. ചരിത്രപരമായി എഴുതപ്പെട്ട പല കാര്യങ്ങളും ചിത്രത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യം. ഈ ഒരു ക്രിസ്മസ് കാലത്ത് കണ്ടു നോക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് മേരി. ഇനി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സ്പോയിലർ ആകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം കണ്ടു നോക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ചിത്രം കണ്ടു നോക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരിക്കലും ഒരു മതത്തിൻ്റെ വിശ്വാസത്തിനെതിരെ ചിത്രം പറയുന്നില്ല. അപ്പോൾ ബാക്കിയും കൂടെ കേട്ടിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ കണ്ടിട്ട് സ്പോയിലർ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് വീഡിയോ നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രപരമായ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ, അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ കേട്ടതും വായിച്ചതുമായ അറിവുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിൽ വായിച്ചതും കേട്ടതുമായ കാര്യങ്ങളിൽ പലതും ചിത്രത്തിൽ കാണുന്നില്ല. അത് കൂടുതലായിട്ടും എനിക്ക് തോന്നിയത് ജോസഫിൻ്റെ കാര്യത്തിലാണ്. അതായത് ജോസഫിന് വീണ്ടും ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട് മാതാവിനെ നീ ഭാര്യയൊക്കെ ശങ്കിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊന്നും തന്നെ ചിത്രത്തിലില്ല. കാരണം ദിവ്യഗർഭമായതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരാളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസഫ് ഓടിപ്പോകാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അതൊന്നും കാര്യമാക്കാണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി ജോസഫ് മാതാവിനെ സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ ബത്ലഹേമിലേക്ക് ചെന്നത് പേരെഴുതിക്കാനുള്ള കാര്യങ്ങളാണെന്നൊക്കെ തന്നെ നമുക്കറിയാം. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ മറ്റു ചില കാര്യങ്ങൾക്കാണ് അവർ ബത്ലഹേമിൽ എത്തുന്നത്. അതായത് ഹെറോദോസിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഓടിയാണ് അവർ ബത്ലഹേമിലേക്ക് എത്തുന്നത്. അവിടെ പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഹെറോദോസ് ഈ ഒരു വിവരം നേരത്തെ തന്നെ അറിയുന്നുണ്ട്. അതായത് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് മാതാവിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഹെറോദോസ് വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ ജീസസിൻ്റെ പിറവിയോടടുക്കുന്ന സമയം വളരെ ദുഷ്കരമായിട്ടാണ് സിനിമയിൽ അവതരിപ്പിച്ചു പോകുന്നത്. ഓരോ കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അതൊരു ത്രില്ലർ പാറ്റേണിലാണ് പോയിരിക്കുന്നത്. നമുക്ക് തന്നെ ഒരു ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന രീതിയിലാണ് സംവിധായകൻ ആ ഭാഗങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അവിടെയൊക്കെ തന്നെയാണ് വിവാദങ്ങൾ ഉണ്ടാകാൻ കാരണമായ സാഹചര്യങ്ങളും വരുന്നത്.
കാരണം ഇത്തരം ഒരു കഥയെ ഒരു ത്രില്ലർ ടൈപ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, അതായത് ഒരു വിപ്ലവകരമായ രീതിയിൽ എല്ലാത്തിൽ നിന്നും ഓടിയും ചാടിയും രക്ഷപ്പെടുന്ന ആ ഒരു തരത്തിലാണ് ചിത്രം ആ ഒരു എൻഡിങ്ങിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. മാതാവ് ഗർഭിണിയാണെന്നുള്ള വിവരം അങ്ങനെ ആരും അറിയുന്നില്ലെന്നായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ അതങ്ങനെയല്ല, മറിച്ച് എല്ലാവരുടെയും മുമ്പിൽ അവഹേളിതയാവുന്ന മാതാവിനെയാണ് കാണിക്കുന്നത്. പക്ഷേ അവിടെയൊന്നും ജോസഫ് എന്ന വ്യക്തി മാതാവിനെ ഉപേക്ഷിക്കാണ്ട്, എന്നാൽ അവിടെയൊക്കെ തന്നെ ബൈബിളിൽ പറഞ്ഞതുപോലെയാണ് ചിത്രം കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവ ഇടപെടലായതുകൊണ്ട് തന്നെ വേദനകളൊക്കെ കുറവായിരുന്നു എന്നുള്ളൊരു വാർത്തയും ഞാൻ കേട്ട് വന്നിരുന്നു. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ എങ്ങനെയാണോ കുഞ്ഞിനെ പ്രസവിക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ വേദന സഹിച്ച് ആ ഒരു രീതിയിലാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഉണ്ണി പിറക്കുന്ന സ്ഥലവും ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഒരു മൂലയിലായിട്ടാണ് കാണിക്കുന്നത്. ഒരു കാലിൽ തൊഴുത്തോ അല്ലെങ്കിൽ അത്തരം രീതിയിലേക്കൊന്നുമല്ല സിനിമയിൽ ഇവർ കാണിക്കുന്നത്. ഒരു പശുവോ ആടോ അല്ലെങ്കിൽ കാലിത്തൊഴുത്തോ എന്ന് പറയാൻ തക്ക ഒരു കച്ചി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവർ കുതിരപ്പുറത്താണ് വരുന്നത്, ഈജിപ്തിലേക്ക് കഴുതപ്പുറത്താണ് എന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ചിത്രത്തിൻ്റെ ഡയറക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും മാനുഷികവും ആപേക്ഷികവുമായ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചതെന്ന്. അതായത് മാതാവിനെ ഏറ്റവും മാനുഷികവും ആപേക്ഷികവുമായിട്ടുള്ള രീതിയിലാണ് കാണിക്കാനായിട്ടാണ് ഡയറക്ടർ ശ്രമിച്ചത്. അതുതന്നെയാണ് ഡയറക്ടർ കാണിച്ചിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം വിവാദങ്ങളൊക്കെ വന്നതുകൊണ്ടും ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വളരെ ട്രെൻഡിങ് ആണ്. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞാലും ഒരു മതത്തിൻ്റെയും വിശ്വാസത്തിനെതിരെയോ അല്ലെങ്കിൽ മറ്റു രീതിക്കോ ചിത്രം വരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്മസ് കാലത്ത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ചിത്രം തന്നെയാണ് ഇത്. അല്ലെങ്കിൽ ചില സിനിമകൾ വിവാദങ്ങളിലൂടെ നീങ്ങുള്ളൂ, ചിലത് അറിഞ്ഞുകൊണ്ടും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ ഒരു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ക്രിസ്മസ് രാവിലെ ഉണ്ണിയുടെ ജനനവും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒന്നാണ്. ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. പക്ഷേ തീവ്രമായിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് ഈ ഒരു ചിത്രം ചിലപ്പോൾ പ്രകോപനപരമായുള്ള രീതിയിലേക്ക് പോയെന്ന് വരാം. പക്ഷെ അതൊന്നും അല്ലാണ്ട് ഒരു സിനിമ എന്ന രീതിക്ക് കാണുമ്പോൾ നമുക്ക് കാണാനുള്ള വകയൊക്കെ ചേർത്തിട്ട് തന്നെയാണ് സംവിധായകൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ചരിത്രപരമായ കാര്യങ്ങൾ ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളുമുണ്ട്. അതൊക്കെ തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ ഇനി അതൊന്നും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്മസ് കാലത്ത് ഈ ഒരു ചിത്രം ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഏവർക്കും സിനി ലോഞ്ചിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ.